മൊഡ്യൂൾ 5 ട്രാൻസ്പോർട്ട് ലെയർ. ഇൻ്റർനെറ്റിൽ ട്രാൻസ്പോർട്ട് ലെയർ രണ്ട് ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഒന്ന് ചെക്ക് സമ്മിങ് ഓവർ യൂസർ ഡേറ്റ, രണ്ട് മൾട്ടിപ്ലെക്സിംഗ് ഓർ ഡീമൾട്ടിപ്ലെക്സിംഗ് ഓഫ് ഡേറ്റ ഫ്രം ആൻഡ് ടു ആപ്ലിക്കേഷൻസ്. നെറ്റ്വർക്ക് ലെയർ ഹോസ്റ്റിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ TCP അല്ലെങ്കിൽ UDP പോർട്സ് വഴിയാണ് ആപ്ലിക്കേഷൻസിനെ അഡ്രസ്സ് ചെയ്യുന്നത്. TCPയും UDPയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് TCP കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്, UDP കണക്ഷൻ ലെസ് ആണ്. TCP ഡെലിവറി ഗ്യാരണ്ടി ചെയ്യുമ്പോൾ UDP ഡെലിവറി ഗ്യാരണ്ടി ചെയ്യുന്നില്ല. TCP നെറ്റ്വർക്ക് ഫ്രണ്ട്ലി ആണെന്ന് തന്നെ പറയാം. സാധാരണ മൊബൈൽ എൻവയോൺമെൻറ്റിൽ TCPയുടെ എഫിഷ്യൻസി വേരി ചെയ്യാറുണ്ട്. ഇതിനെ ഓവർകം ചെയ്യാനുള്ള നിരവധി മെക്കാനിസംസ് ഉണ്ട്. അതിലൊന്നാണ് കൺജഷൻ കൺട്രോൾ. TCP സാധാരണ ഫിക്സഡ് എൻഡ് സിസ്റ്റം ഉള്ള ഫിക്സഡ് നെറ്റ്വർക്കിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് തന്നെ ട്രാൻസ്മിഷൻ എറേഴ്സ് ഉണ്ടാകാം. സാധാരണ ഫിക്സഡ് നെറ്റ്വർക്കിൽ പാക്കറ്റ് ലോസസിന് കാരണം ടെമ്പററി ഓവർലോഡ് അഥവാ കൺജഷൻ ആണ്. ഒരു റൂട്ടറിൻ്റെ പാക്കറ്റ് ബഫേഴ്സ് ഫില്ലാകുകയും ഔട്ട്പുട്ട് ലിങ്കിൻ്റെ കപ്പാസിറ്റി ഇൻപുട്ട് ലിങ്കിനേക്കാൾ കുറവും ആകുമ്പോൾ കൺജഷൻ ഉണ്ടാകും. ഈ സിറ്റുവേഷനിൽ റൂട്ടർ പാക്കറ്റ്സ് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിസീവർ പാക്കറ്റ് സ്ട്രീമിൽ ഒരു ഗ്യാപ്പ് നോട്ടീസ് ചെയ്യുകയും ആ മിസ്സിംഗ് പാക്കറ്റ്സ് വരെ തുടർച്ചയായി അക്നോളജ് ചെയ്യുകയും ചെയ്യും. സെൻഡർ മിസ്സിംഗ് അക്നോളജ്മെൻറ്റ് നോട്ടീസ് ചെയ്യുകയും പാക്കറ്റ് ലോസ് കൺജഷൻ കൊണ്ടാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. വീണ്ടും മിസ്സിംഗ് പാക്കറ്റ്സ് റീട്രാൻസ്മിറ്റ് ചെയ്താൽ കൺജഷൻ കൂടും. ഇത് ഒഴിവാക്കാൻ TCP ട്രാൻസ്മിഷൻ റേറ്റ് സ്ലോ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ലോ സ്റ്റാർട്ട്. കൺജഷൻ ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷമുള്ള TCPയുടെ ബിഹേവിയറാണ് സ്ലോ സ്റ്റാർട്ട്. സെൻഡർ റിസീവറിന് വേണ്ടി ഒരു കൺജഷൻ വിൻഡോ കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ സ്റ്റാർട്ട് സൈസ് 1 സെഗ്മെൻറ്റ് അഥവാ 1 TCP പാക്കറ്റാണ്. അക്നോളജ്മെൻറ്റ് തിരിച്ചു വരുന്നതനുസരിച്ച് കൺജഷൻ വിൻഡോയുടെ സൈസ് ഡബിൾ ആക്കിക്കൊണ്ടിരിക്കും. ഈ പ്രോസസ്സിനെ സ്ലോ സ്റ്റാർട്ട് മെക്കാനിസത്തിലെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഓഫ് ദ കൺജഷൻ വിൻഡോ എന്ന് വിളിക്കാം. കൺജഷൻ ത്രെഷോൾഡ് എത്തുമ്പോൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അക്നോളജ്മെൻറ്റ് കിട്ടുന്നതനുസരിച്ച് 1 വീതം ഇൻക്രീസ് ചെയ്യും. ഒരു ടൈം ഔട്ട് അല്ലെങ്കിൽ മിസ്സിംഗ് അക്നോളജ്മെൻറ്റ് ഉണ്ടായാൽ വീണ്ടും കൺജഷൻ വിൻഡോയുടെ സൈസ് പകുതിയായിട്ട് കുറയ്ക്കും. തുടർന്ന് 1 സെഗ്മെൻറ്റ് വീതം ഇൻക്രീസ് ചെയ്തിട്ട് പഴയ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത മെക്കാനിസമാണ് TCP ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് ഓർ ഫാസ്റ്റ് റിക്കവറി. നോർമലി TCP അക്നോളജ് ചെയ്യുന്ന ഒരു പാക്കറ്റ് റിസീവ് ചെയ്തതിന് ശേഷമാണ്. അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന റിസീവർ തുടർച്ചയായി പാക്കറ്റ് റിസീവ് ചെയ്യുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. കൺജഷൻ ഇല്ലാത്തപ്പോഴും സെൻഡ് ചെയ്ത ഒരു പാക്കറ്റ് നഷ്ടപ്പെട്ടാലും അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ടൈമർ എക്സ്പയർ ആകുന്നതിന് മുമ്പ് സെൻഡർ വീണ്ടും പാക്കറ്റ് സെൻഡ് ചെയ്യും. ഇതിനെ ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് എന്ന് പറയുന്നു. അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്യുമ്പോൾ റിസീവർ നെറ്റ്വർക്കിൽ കൺജഷൻ ഇല്ല, സ്ലോ സ്റ്റാർട്ട് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാം. സെൻഡറിനെ കറണ്ട് കൺജഷൻ വിൻഡോ വെച്ചിട്ട് പാക്കറ്റ് സെൻഡ് ചെയ്യാം. ഇംപ്ലിക്കേഷൻസ് ഓഫ് മൊബിലിറ്റി. TCPയിൽ അക്നോളജ്മെൻറ്റ് മിസ് ആയിക്കഴിഞ്ഞാൽ കൺജഷൻ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാം. പക്ഷേ വയർലെസ് നെറ്റ്വർക്കിൽ ട്രാൻസ്മിഷൻ എറർ കാരണം പാക്കറ്റ് ലോസ് ഉണ്ടാക്കാം. അതുപോലെ മൊബിലിറ്റി പാക്കറ്റ് ലോസിന് കാരണമാകും. ഉദാഹരണത്തിന് റോമിങ്ങിനുള്ള ഒരു മൊബൈൽ നോഡ് ഒരു ആക്സസ് പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ പഴയ ആക്സസ് പോയിന്റിലേക്ക് പോയ പാക്കറ്റ്സ് നഷ്ടപ്പെടും. ഈ കൺജഷൻ പ്രോബ്ലത്തെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി പഴയ കുറച്ച് ക്ലാസിക്കൽ ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അതിലൊന്നാണ് ഇൻഡയറക്റ്റ് TCP, സ്നൂപ്പിംഗ് TCP, മൊബൈൽ TCP, ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് ആൻഡ് ഫാസ്റ്റ് റിക്കവറി. ഇൻഡയറക്റ്റ് TCPക്ക് 2 പാർട്ടാണുള്ളത്. പാർട്ട് 1 സ്റ്റാൻഡേർഡ് TCP വിത്ത് ഫിക്സഡ് സിസ്റ്റം ആൻഡ് ആക്സസ് പോയിന്റ്. രണ്ടാമത്തെ വയർലെസ് TCP ഫോർ മൊബൈൽ ഹോസ്റ്റ്. ഇവിടെ ആക്സസ് പോയിന്റ് പ്രോക്സി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആക്സസ് പോയിന്റിന് മൊബൈൽ ഹോസ്റ്റിനെയും ഫിക്സഡ് ഹോസ്റ്റിനെയും കാണാൻ സാധിക്കും. ആക്സസ് പോയിന്റും മൊബൈൽ ഹോസ്റ്റും തമ്മിൽ വയർലെസ് TCP ആണ് കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആക്സസ് പോയിന്റ് അല്ലെങ്കിൽ ഫോറിൻ ഏജൻ്റാണ് മൊബൈൽ നോഡ്സിൻ്റെ മൊബിലിറ്റി കൺട്രോൾ. ഒരു മൊബൈൽ നോഡ് പുതിയ ആക്സസ് പോയിന്റിലേക്ക് അല്ലെ പുതിയ ഫോറിൻ ഏജൻറ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മൊബിലിറ്റി കൺട്രോൾ ചെയ്യുന്നതും ഈ ആക്സസ്. കറസ്പോണ്ടൻറ്റ് നോഡ് സെൻഡ് ചെയ്യുന്ന പാക്കറ്റ്സ് ഫോറിൻ ഏജൻറ്റ് അക്നോളജ് ചെയ്യുകയും അത് മൊബൈൽ ഹോസ്റ്റിന് ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്നു. മൊബൈൽ ഹോസ്റ്റ് റിസീവ് ചെയ്യുന്ന പാക്കറ്റ്സിന് ഫോറിൻ ഏജൻറ്റിനാണ് അക്നോളജ് ചെയ്യുന്നത്. ഒരു പാക്കറ്റ് ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫോറിൻ ഏജൻറ്റ് മൊബൈൽ നോഡിലോട്ട് ആ പാക്കറ്റ് റീട്രാൻസ്മിറ്റ് ചെയ്യും.
ആക്സസ് പോയിൻ്റ് പ്രോക്സിയായി ആക്ട് ചെയ്തിട്ട് പാക്കറ്റ്സ് റീട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ബഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മൊബൈലിനോട് പുതിയ ആക്സസ് പോയിൻറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ പഴയ ആക്സസ് പോയിൻറ്റിലെ പഴയ പ്രോക്സി ഈ ബഫേഡ് പാക്കറ്റ്സിനെ പുതിയ പ്രോക്സിയിലോട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അത് പുതിയ പ്രോക്സി മൊബൈൽ നോഡിൻ്റെ കറണ്ട് ലൊക്കേഷൻ അറിയിച്ചതിന് ശേഷം മാത്രമാണ്. ഈ മൈഗ്രേഷന് വേണ്ടി ഒരു പുതിയ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യകതയില്ല. ഡിസഡ്വാൻറ്റേജിൽ ഫോറിൻ ഏജൻറ്റ് ക്രാഷ് ആയിക്കഴിഞ്ഞാൽ എൻഡ് ടു എൻഡ് സെമാൻറ്റിക് ലോസ് ആവും. സ്നൂപ്പിംഗ് TCP. ഇവിടെ ഫോറിൻ ഏജൻറ്റ് പാക്കറ്റ്സ് ബഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് മൊബൈൽ ഹോസ്റ്റിലേക്ക് സെൻഡ് ചെയ്യുന്ന പാക്കറ്റ്സ് ഫോറിൻ ഏജൻറ്റ് അഥവാ ആക്സസ് പോയിൻ്റ് ബഫർ ചെയ്യുന്നു. ആക്സസ് പോയിൻ്റ് അഥവാ ഫോറിൻ ഏജൻറ്റ് ലോസ്റ്റ് പാക്കറ്റ്സ് അഥവാ നഷ്ടപ്പെട്ട പാക്കറ്റ്സിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇതിനെ നമുക്ക് ലോക്കൽ റീട്രാൻസ്മിഷൻ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഫോറിൻ ഏജൻറ്റ് പാക്കറ്റ്സിനെ അക്നോളജ്മെൻറ്റ് വളരെ സീരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അതിന് നമുക്ക് സ്നൂപ്പിംഗ് എന്ന ടേമാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രൊസീജിയറാണ് സ്നൂപ്പിംഗ് നടക്കുന്നത്. ഡാറ്റ ട്രാൻസ്മിറ്റ് ടു ദ മൊബൈൽ ഹോസ്റ്റ്, ഡാറ്റ ട്രാൻസ്ഫർ ഫ്രം ദ മൊബൈൽ ഹോസ്റ്റ്, ഇൻറ്റഗ്രേഷൻ വിത്ത് MAC ലെയർ. ഡാറ്റ ട്രാൻസ്മിറ്റ് ടു ദ മൊബൈൽ ഹോസ്റ്റ്. ഫോറിൻ ഏജൻറ്റിന് അക്നോളജ്മെൻറ്റ് കിട്ടുന്ന ഒരു ഡാറ്റ ബഫർ ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് അക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ ടൈം ഔട്ട് വഴിയാണ് ഫോറിൻ ഏജൻറ്റ് പാക്കറ്റ് ലോസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇവിടെ ഫാസ്റ്റ് റീട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. 2. ഡാറ്റ ട്രാൻസ്ഫർ ഫ്രം മൊബൈൽ ഹോസ്റ്റ്. സീക്വൻസ് നമ്പർ വെച്ചിട്ടാണ് ഫോറിൻ ഏജൻറ്റ് പാക്കറ്റ് ലോസ് ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നത്. പാക്കറ്റ് ലോസ് ഉണ്ടായെങ്കിൽ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ NACK മൊബൈൽ ഹോസ്റ്റിലേക്ക് ഫോറിൻ ഏജൻറ്റ് നൽകും. അപ്പോൾ മൊബൈൽ ഹോസ്റ്റ് ഡാറ്റ റീട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. MAC ലെയർ റീട്രാൻസ്മിഷൻ വഴിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് പാക്കറ്റ്സിനെ ഡിസ്കാർഡ് ചെയ്യും. മൊബൈൽ TCP അഥവാ MTCP. ഇതിന് 2 പാർട്ടുണ്ട്. ഒന്ന് അൺമോഡിഫൈഡ് പാർട്ടും രണ്ടാമത്തെ ഒപ്റ്റിമൈസ്ഡ് പാർട്ടും. അൺമോഡിഫൈഡ് പാർട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഹോസ്റ്റിൽ നിന്ന് സൂപ്പർവൈസറി ഹോസ്റ്റിലേക്കുള്ള കണക്ഷനും, ഒപ്റ്റിമൈസ്ഡ് TCP എന്ന് പറയുമ്പോൾ സൂപ്പർവൈസറി ഹോസ്റ്റിലേക്ക് മൊബൈൽ ഹോസ്റ്റിലേക്കുള്ള കണക്ടിവിറ്റിയാണ്. സൂപ്പർവൈസറിൻ്റെ ഹോസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് 2 പാർട്ടിലും ഡാറ്റ എക്സ്ചേഞ്ച് മോണിറ്റർ ചെയ്യുക എന്നതാണ്. സൂപ്പർവൈസറി ഹോസ്റ്റ് എല്ലാ പാക്കറ്റ്സും അക്നോളജ്മെൻറ്റ് മൊബൈൽ ഹോസ്റ്റിൽ നിന്ന് റിസീവ് ചെയ്യുന്ന മോണിറ്റർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു അക്നോളജ്മെൻറ്റ് മൊബൈൽ ഹോസ്റ്റിൽ നിന്ന് റിസീവ് ചെയ്തെങ്കിൽ നമുക്ക് മൊബൈൽ ഹോസ്റ്റ് ഡിസ്കണക്റ്റ് ആയി എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ സാഹചര്യത്തിൽ സൂപ്പർവൈസറി ഹോസ്റ്റ് സെൻറ്ററിൻ്റെ വിൻഡോ സൈസ് 0 ആയിട്ട് സെറ്റ് ചെയ്യും. അതായത് സെൻറ്ററിൻ്റെ സ്റ്റേറ്റിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാകുന്നില്ല. അതായത് പെർസിസ്റ്റൻ്റ് മോഡിലേക്ക് സെൻറ്റർ എത്തും. മൊബൈൽ ഹോസ്റ്റുമായിട്ട് വീണ്ടും കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടുമ്പോൾ സെൻറ്ററിൻ്റെ വിൻഡോ സൈസ് റീഓപ്പൺ ചെയ്ത് പഴയ സൈസിലോട്ട് എത്തുകയും വീണ്ടും ഡാറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആകുകയും ചെയ്യുന്നു. ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് ആൻഡ് ഫാസ്റ്റ് റിക്കവറി. അതായത് ഒരു മൊബൈൽ ഹോസ്റ്റ് പുതിയൊരു ഫോറിൻ ഏജൻറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേനും പാക്കറ്റ് ലോസ് ഉണ്ടാവാം. മൊബൈൽ ഹോസ്റ്റ് ഒരു പുതിയ ഫോറിൻ ഏജൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയ ആക്സസ് പോയിൻറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് അക്നോളജ്മെൻറ്റ്സ് അയക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ പാർട്ട്നേഴ്സ് ഫാസ്റ്റ് റീട്രാൻസ്മിഷൻ മോഡിൽ പോയി പഴയ റേറ്റിൽ തന്നെ ഡാറ്റ സെൻഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതിനാൽ ഇത് പെർഫോമൻസിനെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. ട്രാൻസ്മിഷൻ ഓർ ടൈം ഔട്ട് ഫ്രീസിംഗ്. മൊബൈൽ ഹോസ്റ്റ് കുറേ സമയത്തേക്ക് തന്നെ ഡിസ്കണക്റ്റഡ് ആകാം. ആ സമയത്ത് MAC ലെയർ ഈ ഇൻറ്ററപ്ഷൻ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് TCP ലെയറിനെ അറിയിക്കുന്നു. അപ്പോൾ TCP ലെയർ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു. കണക്ഷൻ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ MAC ലെയർ ട്രാൻസ്മിഷൻ ചെയ്യുന്നുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യും. സെലക്റ്റീവ് റീട്രാൻസ്മിഷൻ. TCP കുമുലേറ്റീവായിട്ടാണ് അക്നോളജ് ചെയ്യുന്നത്. ഒരു പാക്കറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലോസ്റ്റ് പാക്കറ്റ്സ് മുതൽ വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യണം. ഇത് ബാൻഡ് വിഡ്ത്ത് വേസ്റ്റ് ചെയ്യും. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി സെലക്റ്റീവ് റീട്രാൻസ്മിഷൻ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സെൻറ്റർ മിസ്സിംഗ് പാക്കറ്റ്സ് മാത്രം റീട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. മൊബൈൽ ഹോസ്റ്റിൽ ട്രാൻസാക്ഷൻ ഓറിയൻറ്റഡ് TCP. മൊബൈൽ ഹോസ്റ്റിൽ റൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ സെർവറിലോട്ട് ഷോർട്ട് റിക്വസ്റ്റുകളായി സെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. റിലയബിൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി TCP ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും കണക്ഷൻ ക്ലോസ് ചെയ്യാനും വേണ്ടി TCP 3+3 വേ ഹാൻഡ് ഷേക്കിംഗ് യൂസ് ചെയ്യുന്നു. അതായത് 3 വേ ഹാൻഡ് ഷേക്ക് ഫോർ ക്ലോസിംഗ് ആൻഡ് 3 വേ ഹാൻഡ് ഷേക്ക് ഫോർ എസ്റ്റാബ്ലിഷിംഗ് കണക്ഷൻ. ഒരു പാക്കറ്റ് റിക്വസ്റ്റ് ട്രാൻസ്മിഷൻ ചെയ്യാൻ അപ്പോൾ
മിനിമം 7 പാക്കറ്റ്സ് വേണ്ടി വരുന്നു. കൂടുതൽ സമയത്തേക്ക് കൂടുതൽ ട്രാഫിക് ഉള്ളപ്പോഴോ ഇവിടെ ഓവർഹെഡ് മിനിമം ആയിരിക്കും. പക്ഷേ ഒരു ചെറിയ റിക്വസ്റ്റിന് വേണ്ടിയിട്ട് 7 പാക്കറ്റ്സ് സെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓവർഹെഡ് കൂടുതലായിരിക്കും. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി TCP ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. TCPയിൽ യൂസർ പാക്കറ്റിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും കണക്ഷൻ ക്ലോസ് ചെയ്യാനുമുള്ള പാക്കറ്റ്സ് കമ്പൈൻ ചെയ്തിരിക്കുന്നു. അപ്പം മിനിമം പാക്കറ്റ്സ് 7 നിന്ന് പകരം 2 ആയിട്ട് കുറയും.